ജഅഫർ ഇബ്നു സയ്യിദ് പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ കാബൂളിലേക്ക് മുസ്ലിം സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു. സ്വലത്ത് ഇബ്നു അശ്യമും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യാത്രയിലായിരിക്കെ രാത്രിയായി, ഇരുട്ട് കനത്തു. സൈന്യം അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. അത്താഴം കഴിച്ച് എല്ലാവരും ഉറങ്ങാനുള്ള തിരക്കിലായി. സ്വലത്തും അവരോടൊപ്പം ഉറങ്ങാൻ കിടന്നു. ഞാൻ സ്വയം പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട ആരാധനയും നിസ്കാരവുമൊക്കെ എവിടെ? കാലുകളിൽ നീർക്കെട്ട് വരുമാറ് നിസ്കരിക്കുമെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്? എന്തായാലും തരക്കേടില്ല. ഇന്ന് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഉറങ്ങാതെ കാത്തിരിക്കും. സൈന്യം ഒന്നടങ്കം ഉറക്കിൻ്റെ കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടു. അപ്പോഴതാ സ്വലത്ത് ഇബ്നു അശ്യം ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നു. സൈനിക ക്യാമ്പിനെ ഉപേക്ഷിച്ചു അദ്ദേഹം ഇരുട്ടിലൂടെ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് മറഞ്ഞു. ഞാനും പിന്നിൽ ചെന്നു. കാട്ടിൽ ഒരിടത്തെത്തിയിട്ട് കിബിലക്ക് നേരെ നിന്ന് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി. അല്ലാഹു അക്ബർ പ്രസന്നമായ മുഖത്തോടെയും ഭക്തിയോടെയും അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടി. വിനയവും ഭക്തിയുമുള്ള പ്രസന്നമായ മുഖത്തോടു കൂടി അദ്ദേഹം നിസ്കാരത്തിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. അപ്പോഴതാ കാടിൻ്റെ കിഴക്കുഭാഗത്ത് നിന്നും ഒരു സിംഹം ഓടി വരുന്നു. അതിനെ കണ്ട് ഞാൻ നടുങ്ങി. ഭയം എന്നെ പിടികൂടി. ധൃതിപ്പെട്ട് ഞാനൊരു മരത്തിന് മുകളിലേക്ക് കയറിപ്പറ്റി. സിംഹമാണെങ്കിലോ സ്വലത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അദ്ദേഹമാകട്ടെ നിസ്കാരത്തിൽ ആണ്ടുപോയിരിക്കുന്നു. സിംഹം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് കാൽപ്പാടുകൾക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. അത്ഭുതം, സ്വലത്ത് അതിനെ നോക്കുന്നു പോലുമില്ല. സ്വലത്ത് സിംഹത്തിൻ്റെ സാന്നിധ്യം പോലും അറിഞ്ഞതുപോലുമില്ല. അദ്ദേഹം സുജൂദിലേക്ക് തലകുത്തി. ഞാൻ നടുങ്ങി. ഇതാ ഈ മഹാൻ സിംഹത്തിൻ്റെ വായിലേക്കാകാൻ പോകുന്നു. ഞാൻ ഭയന്നു വിറച്ചു. പക്ഷേ സിംഹം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സിംഹം സ്വലത്തിനെ വീക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. സ്വലത്താകട്ടെ അദ്ദേഹത്തിൻ്റെ നിസ്കാരവും ദിക്റുമല്ലാതെ മറ്റൊന്നും അറിയുന്നുമുണ്ടായിരുന്നില്ല. വീണ്ടും സുജൂദ് ചെയ്ത് അത്തഹിയാത്തിലേക്ക് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ സലാം വീട്ടലും ദുആവും സ്വലാത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സിംഹത്തിനെ കാണുന്നത്. സിംഹത്തിനെ നോക്കി സ്വലത്ത് എന്തോ ഉരുവിട്ടു. ഞാനത് കേട്ടില്ല. പക്ഷേ സിംഹം ശാന്തനായി അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്വലത്ത് വീണ്ടും പ്രാർത്ഥനയിലും ആരാധനയിലും മുഴുകി. പ്രഭാതം പൊട്ടിവിടർന്ന് സ്വലത്ത് വേഗം എഴുന്നേറ്റ് സുബ്ഹി നിസ്കാരവും നിസ്കരിച്ചു. പിന്നീട് കൈകൾ ഉയർത്തി അല്ലാഹു തആലയെ ഒരുപാട് സ്തുതിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ. എന്നെപ്പോലെയുള്ള ഒരു അടിമ നിന്നോട് നരകമോചനം ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത്? എന്നെപ്പോലെയുള്ള ഒരു പാപി നിന്നോട് നരകമോചനം ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വാക്കുകൾ ആവർത്തിച്ച് സ്വലത്ത് കരയാൻ തുടങ്ങി. ഞാനും കരഞ്ഞുപോയി. തുടർന്ന് സ്വലത്ത് ക്യാമ്പിലേക്ക് തിരിച്ചുപോയി. ആരും അറിയാതെ അവരിലൊരാളായി മാറി. ക്യാമ്പിലുള്ള മറ്റുള്ളവരോടൊപ്പം തന്നെ രാത്രി മുഴുവനും കഴിച്ചു കൂട്ടിയതായിട്ടേ ആർക്കും തോന്നുകയുള്ളൂ. ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ക്യാമ്പിലെത്തി. ഉറക്കവും ക്ഷീണവും ഭയവുമെല്ലാം എന്നെ ആകെ തളർത്തിയിരുന്നു. അല്ലാഹു അക്ബർ. ഇതാണ് ആരാധന, ഇതാണ് ആത്മാർത്ഥത. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.